കേരളം ഇത് ചെയ്യരുതായിരുന്നു. എത്ര പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ അന്യനാട്ടിൽ നിന്ന് ജോലി തേടി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. വാളയാറിൽ ആ മനുഷ്യനെ കൊന്നു എന്ന് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോറലേൽക്കാത്തതായി ഒരു ഭാഗവുമില്ല എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ മരിച്ചു എന്ന വാർത്തയറിഞ്ഞ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കെത്തിയ ആ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ചേതനയേറ്റ ശരീരം കണ്ട് വിതുമ്പുന്നത് നാം കേരളക്കാർ കണ്ടു. എങ്ങനെയാണ് നമുക്കത് സഹിക്കാൻ കഴിയുക? മറ്റു നാടുകളിൽ നിന്ന് ഈ നാട്ടുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ പലരും വാചാലമാവാറുണ്ട്. നമ്മുടെ നാടുകളിൽ ഇനി ഇത് ആവർത്തിച്ചുകൂടാ. ഈ നാട്ടിലെത്തുന്ന മനുഷ്യരോട് സ്നേഹവും കരുതലും കരുണയും കാണിക്കലാണ് നമ്മുടെ സംസ്കാരം. പണ്ട് മധു കൊല്ലപ്പെട്ടപ്പോൾ ഇനി കേരളത്തിൽ അങ്ങനെ ആവർത്തിക്കരുത് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ. നമ്മുടെ നാടുകളിലേക്ക് ജോലി തേടി അന്നം തേടി വരുന്നവരോട് സ്നേഹവും കരുതലുമായി നമുക്ക് കൂടെ നിൽക്കണം. അവിടെ മരണപ്പെട്ട ആ പ്രിയപ്പെട്ട മനുഷ്യനോട് മാപ്പ്. ഇനി അങ്ങനെയൊന്ന് കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള സംസ്കാരം, സ്നേഹവും കരുണയും നൽകുന്ന ആ സംസ്കാരം തിരിച്ചുപിടിക്കണം. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ശ്രമങ്ങൾ.